ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചിക്കൻ എടുക്കാം. ഞാനൊരു 1/2 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചിക്കനിലിടാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് നോക്കാം. ഇത് 1 കപ്പ് ഉള്ളി, ഒരു 2 ഉള്ളി, ഒരു 1.5 ഉള്ളി അങ്ങനെ അരിഞ്ഞതാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് 2 തക്കാളി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 1 തക്കാളി ആയാലും കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി പേസ്റ്റാണ്. അപ്പോൾ ഈ ഇഞ്ചി പേസ്റ്റ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാണ്. വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു 3-4 അല്ലി ഇഞ്ചി വെളുത്തുള്ളി മതി. ഒരു 5 മതി. 5 വെളുത്തുള്ളി മതി. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി മതി, ധാരാളമൊന്നും വേണ്ട. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ എരിവ് കുറവ് മാത്രമേ എല്ലാവർക്കും വേണ്ടൂ, അതുകൊണ്ടാണ് 2 പച്ചമുളക്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചധികം എടുക്കാം. അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പില ഊരിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ക്യാപ്സിക്കം. ഇത് 2 തരത്തിലുള്ള ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ, മഞ്ഞയും അതുപോലെ തന്നെ റെഡും ആയിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഈ ക്യാപ്സിക്കവും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് മാറ്റുകയാണ്. അതായത് നമുക്ക് വേവിക്കാൻ വേണ്ടി നമ്മൾ മാറ്റുകയാണ്. ആദ്യമായിട്ട് നമ്മൾ 1/2 കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ ഇത് വാട്ടിയിട്ട് വേണ്ടവർക്ക് വാട്ടിയിട്ടൊക്കെ വെക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഒരുമിച്ചാക്കിയിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചതും ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചതും ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഇഞ്ചി പേസ്റ്റ്, അതുപോലെ അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളെ ടേസ്റ്റിനനുസരിച്ചും രുചിക്കനുസരിച്ചിട്ടും കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കുക, ഇഞ്ചി എടുക്കുക, പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണമെന്ന് മാത്രം. പിന്നെ ഉള്ളത് നമ്മൾ കറിവേപ്പിലയാണ്. കറിവേപ്പില ഇവിടെ തന്നെ നട്ട് വളർത്തിയ കറിവേപ്പിലയിൽ നിന്ന് എടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടി ചേർക്കാം. ഇത് നമ്മളൊരു ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. കാരണം ഓരോന്നിട്ടിട്ട് ആദ്യം തന്നെ ഉള്ളിയിട്ട് വാട്ടി പിന്നെ ക്യാപ്സിക്കം ഇട്ട് വാട്ടി അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെയും തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ചിക്കൻ മസാല ഇടുക. 1 സ്പൂണ് ചിക്കൻ മസാലയാണ്. 1 സ്പൂണിന് 2 സ്പൂണ് ചിക്കൻ മസാല ഇടുക. അതുപോലെ തന്നെ നമ്മളെ മല്ലിപ്പൊടി അത് പൊടിച്ച് കൊണ്ടുവച്ചതാണ്, അതും ഒരു 1.5 സ്പൂണ് നിറയെ ആക്കിയിട്ടിടാം. പിന്നെ ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അതുപോലെ തന്നെ 1 സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് എരിവിടെ എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. അതുപോലെ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഉപ്പാണ്. ഉപ്പ് കുറച്ച് നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ, അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നിങ്ങൾക്ക് ചേർക്കാം. കുറച്ച് ഉപ്പ്, ഒരു ലേശം ഉപ്പ് കൂടി ചേർക്കാം. ചേർക്കാത്തവർക്ക് ചിക്കനിൽ ആദ്യം ചേർത്തൊന്ന് വെച്ചിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ്, 1 സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ആ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം. 1/2 കിലോ ചിക്കൻ, അതുപോലെ ക്യാപ്സിക്കം 2 മഞ്ഞയും ചുവപ്പും ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തക്കാളി അരിഞ്ഞതിട്ടിട്ടുണ്ട്. പിന്നെ
കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഇഞ്ചി പേസ്റ്റ്, അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മറ്റ് മസാലപ്പൊടികളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി പുതിന ഇലയോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുതിന ഇലയും മല്ലി ഇലയൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ച് കളയുക. കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചേർന്ന് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കുഴച്ച് അതിൻ്റെ ഒരു പാകത്ത് തന്നെ എടുക്കണം. ഇത് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്നത്, ക്യാപ്സിക്കമൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കുന്നതിൻ്റെ കാരണം കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഇങ്ങനെയൊന്നും ഇതൊക്കെ ക്യാപ്സിക്കമൊക്കെ നല്ലോണം അടിഞ്ഞ് നന്നായി വെന്തൊരു പരുവത്തിലാവും. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പ വഴിയാണ് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്ത് അത് നല്ല ഗ്രേവി പരുവത്തിലായി കിട്ടും അവസാനം. അപ്പോൾ ഇത് എളുപ്പത്തെ പണിയും കഴിയും, നല്ല ടേസ്റ്റും ഉണ്ടാകും. എണ്ണയൊക്കെ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ നല്ല ഇങ്ങനെ അടുക്കി നല്ല രസത്തിൽ വെക്കുക. കുറച്ച് നേരം അത് പിടിച്ചോട്ടെ, ഒരു 5 മിനിറ്റ് അത് നന്നായിട്ട് അതിൽ പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇതാ മിക്സിയിൽ നമ്മൾ ഇഞ്ചിയും പേസ്റ്റൊക്കെ അടിച്ചെടുത്ത മിക്സിയിൽ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിൽ ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട്, കാരണം ചിക്കനിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങും, അതുപോലെ തന്നെ തക്കാളിയിൽ നിന്നും ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് എല്ലാം ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നോക്കാം നമുക്ക്. അടുപ്പത്ത് നേരത്തെ വെച്ചതാണ്. അപ്പോൾ ഗ്യാസുമ്മ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ലോ ആക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ്. ആദ്യം തന്നെ വെക്കുമ്പോൾ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ മതി. അപ്പോഴേക്കും നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കുക. പിന്നെ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സ്ലോ ആക്കിയിട്ട് നമുക്ക് ചിക്കൻ ഇവിടെ നല്ല രസത്തിൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ തയ്യാറായി കിട്ടും കേട്ടോ. ആ ഒരു ക്യാപ്സിക്കവും അതുപോലെ തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒന്ന് കഴിച്ച് നോക്കാൻ തോന്നും. അത്രക്കും ടേസ്റ്റി ആയിട്ട് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നന്നായി വെന്ത് ഉടഞ്ഞിന് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അഥവാ കുട്ടിയൊക്കെല്ലാം കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല വേവ് വേണം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ പ്രായമായ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നായി വേവേണ്ടി വരും. അതുപോലെ ചെറിയ മക്കൾക്കൊക്കെ നന്നായിട്ട് വേവേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം. കണ്ടോ, നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ വേവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 2 വിസിലടിക്കാൻ ഞാൻ നേരത്തെ ചേർത്ത കൂട്ടില്ല അതുപോലെ തന്നെ ആക്കി പിന്നെ ഈ ആക്കിയിട്ട് വെക്കണ്ട. നമ്മളെ ചിക്കൻ മാത്രം ഒരു 1/2 സ്പൂൺ മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ട് നല്ലോണം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുക്കറിലിട്ട് ഒരു 2 വിസിലടിച്ചതിന് ശേഷം അത് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇത് തയ്യാറാക്കാം. എന്നിട്ട് ഇതിൽ നേരത്തെ ഇട്ട എല്ലാ കൂട്ടും ഇട്ടിട്ട് അതിലേക്ക് ആ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അത് ചെറിയ കുട്ടികൾക്കെല്ലാം നമുക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എല്ലാവർക്കും, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നൽകുക. ഇത് ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് ഈ ഒരു ചിക്കൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവർക്ക് ഒരു ദിവസമൊക്കെ മതി. പിന്നെ ദഹനക്കേടൊന്നും കുട്ടികൾക്ക് വരില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഇതുപോലെ എല്ലാ ഒറിജിനൽ സാധനങ്ങൾ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്നതാണ്. വേണ്ടത്ര മസാലയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. വേണ്ടാണ്ട് നമ്മൾ ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവാണ് നിങ്ങൾ നോക്കിയിട്ട് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർക്കേണ്ടേയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഇതിൽ ഇപ്പം കാണുന്നില്ലേ, ഇതുപോലെ നമുക്ക് നല്ല
രസത്ത് കിട്ടും. അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് നിങ്ങൾക്ക് ദോശയും വൈകുന്നേരം ബ്രെഡോ ദോശയോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെയും കൊടുക്കാം, ചോറിൻ്റെ കൂടെയും കൊടുക്കാം. പിന്നെ വലിയവർ പൊറോട്ടയൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ, ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പൊറോട്ട ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമല്ല. ചപ്പാത്തി കഴിക്കുമ്പോൾ പ്രായമായവർക്കൊക്കെ കൊടുക്കാം. വളരെ നല്ലൊരു റെസിപ്പിയാണിത്. കാരണം ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് നോക്കി ചെയ്യാൻ പറ്റുന്ന തരത്തിലാണിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ.